മൃഗങ്ങളിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ രണ്ട് ഉത്തരമാണ് പൊതുവെ പറയുക: സിംഹവും കടുവയും. എന്നാൽ ഇവ രണ്ടും ഒരുമിച്ച് ഒരു കാട്ടിൽ കാണില്ല. ആഫ്രിക്കൻ പുൽമേടുകൾ സിംഹങ്ങളും ഏഷ്യൻ കാടുകൾ കടുവകളും ആണ് ഭരിക്കുന്നത്. ഇന്ത്യയിൽ ഗിർ നാഷണൽ പാർക്കിൽ സിംഹങ്ങൾ ഉണ്ടെങ്കിലും കടുവ ഇങ്ങോട്ടേക്ക് വരാറില്ല. കാരണം കടുവകൾക്ക് അവിടെ അതിജീവിക്കാൻ സാധിക്കില്ല, നേരെ തിരിച്ചും. എന്നാൽ ഇവർ രണ്ടു പേരെയും കൂടാതെ മറ്റൊരാൾക്കും കൂടി ഇവിടങ്ങളിൽ ടെറിറ്ററി ഉണ്ട്. അതാണ് പുള്ളിപ്പുലി. വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്. മാർജാര കുടുംബത്തിലെ വലിയ അംഗങ്ങളായ കടുവ, സിംഹം, ജാഗ്വേർ, പുള്ളിപ്പുലി എന്നിവർ അടങ്ങിയ ദ ബിഗ് ഫോറിലെ ഏറ്റവും ചെറുതാണ് പുള്ളിപ്പുലി. കടുവയെപ്പോലെ തന്നെ ഒറ്റയ്ക്ക് നടക്കുന്നവർ ആണ്. എന്നാൽ അവരെക്കാൾ വേട്ടയാടൽ രീതി കൊണ്ടും അക്രമശൈലി കൊണ്ടുമാണ് പുള്ളിപ്പുലിയെ അപകടകാരിയാക്കുന്നത്. ഇവയുടെ ദേഹത്തു കാണുന്ന അടയാളങ്ങൾക്ക് റോസെറ്റുകൾ എന്നാണ് പറയുക. പന്തേര പാർഡസ് എന്നാണ് ശാസ്ത്രീയ നാമം. ചെറിയ കാലുകളും വലിയ ശരീരവും വലിയ തലയും ആണ് ഇവക്ക് ഉള്ളത്. 60 കിലോമീറ്റർ വേഗതയിലും ഇവക്ക് ഓടാനാവും. ആഫ്രിക്കൻ പുള്ളിപ്പുലി, അമൂർ പുള്ളിപ്പുലി, അറേബ്യൻ പുള്ളിപ്പുലി, ഇന്ത്യൻ പുള്ളിപ്പുലി, ഇൻഡോ ചൈനീസ് പുള്ളിപ്പുലി, ജാവൻ പുള്ളിപ്പുലി, പേർഷ്യൻ പുള്ളിപ്പുലി, ശ്രീലങ്കൻ പുള്ളിപ്പുലി എന്നിവയാണ് ഉപവിഭാഗങ്ങൾ. നമ്മുടെ കാടുകളിൽ കാണപ്പെടുന്നത് ഇന്ത്യൻ പുള്ളിപ്പുലി എന്ന ഉപവിഭാഗമാണ്. പാന്തേര പാർഡസ് ഫുസ്ക എന്നാണ് ഇന്ത്യൻ പുള്ളിപ്പുലിയുടെ ശാസ്ത്രീയ നാമം. പുള്ളിപ്പുലിയെയും ജാഗ്വാറും തമ്മിൽ പലപ്പോഴും പലർക്കും തെറ്റിപ്പോവാറുണ്ട്. എന്നാൽ പുള്ളിപ്പുലിയുടെ ദേഹത്തെ അടയാളങ്ങൾ ജാഗ്വാറിനെ അപേക്ഷിച്ചു ചെറുതും ഒതുങ്ങിയ ശരീരവുമാണ്. ജാഗ്വാറുകളുടെ വേട്ടയാടൽ രീതി കടുവകളോടാണ് സാമ്യം. സിംഹങ്ങളാണ് പുലികളുടെ അടുത്ത ബന്ധുക്കൾ എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട്. പലപ്പോഴും വനങ്ങളിൽ നിന്നും ദൂരെയുള്ള ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിൽ പോലും ഇവ എത്തിപ്പെടാറുണ്ട്. പൊതുവെ ഇവ ചെറിയ ജീവികളായ മാൻ, കുരങ്ങ്, പക്ഷികൾ, കാട്ടുപന്നി എന്നിവയെ ആണ് പൊതുവെ വേട്ടയാടുക. ഒളിച്ചിരുന്ന് ഇരയുടെ മേൽ ചാടി വീണ് കഴുത്തിന് കടിച്ച് ശ്വാസം മുട്ടിച്ചു ആണ് ഇരയെ കൊല്ലുക. ഇനി താൻ വേട്ടയാടിയ ഇരകളെ മറ്റു ഇരപിടിയന്മാർ തട്ടിയെടുക്കാതിരിക്കാൻ ഇരയെ കടിച്ചു പിടിച്ച് മരത്തിന്റെ മുകളിലേക്ക് ഓടിക്കേറും. പിന്നീട് അവിടെ ഇരുന്നാണ് കഴിക്കുക. സാധാരണ ചീഞ്ഞ മാംസം ഇവ കഴിക്കാറില്ല. ചിലപ്പോഴൊക്കെ മുള്ളൻപന്നികളെയും വേട്ടയാടാറുണ്ടെങ്കിലും മുള്ളുകൊണ്ട് പരിക്ക് ഏൽക്കാറാണ് പതിവ്. കടുവകളുടെയും സിംഹങ്ങളുടെയും പോലെ ഇവർക്കും ഒരു ടെറിറ്ററി ഉണ്ട്. മരത്തിൽ മാന്തി മാർക്ക് ചെയ്യുക, യൂറിൻ സ്പ്രേ ചെയ്യുക തുടങ്ങിയ രീതിയാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. കടുവകളുമായും സിംഹങ്ങളുമായും പലപ്പോഴും നേർക്കുനേർ വരുമ്പോൾ പുലികൾ ഒഴിഞ്ഞു മാറാറാണ് പതിവ്. തന്നെക്കാൾ ശക്തരായ കടുവയോടും സിംഹത്തിനോടും പിടിച്ചു നിൽക്കാൻ കഴിയാറില്ലെങ്കിലും നല്ല പരിക്ക് ഏൽപ്പിക്കാൻ ഇവയ്ക്ക് കഴിയാറുണ്ട്. 4 സിംഹങ്ങളെ ഒറ്റയ്ക്ക് നേരിടുന്ന പുലിയുടെ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കാണും. കാരണം കടുവയെയും സിംഹത്തിനെയും അപേക്ഷിച്ച് പുലികൾക്ക് റിഫ്ലക്സ് കൂടുതലാണ്. കടുവയെയും സിംഹത്തിനെയും അപേക്ഷിച്ച് വേട്ടയാടലിലും കേമന്മാർ പുള്ളിപ്പുലി തന്നെയാണ്. കേരളത്തിൽ തന്നെ കോഴിക്കോട് നഗരത്തിന് തൊട്ടടുത്തവരെ പുലി എത്തിയിരുന്നു. മനുഷ്യ സാമീപ്യം ഒട്ടും ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിൽ ആണിവർ. എന്നിരുന്നാലും വനത്തിലെ ഇരകളുടെ ദൗർലഭ്യം മൂലമോ പരിക്കും മൂലമോ കാട്ടിലെ ഇരകളെ അപേക്ഷിച്ച് വളർത്തുമൃഗങ്ങളെ പിടിക്കാൻ എളുപ്പമാണെന്നതും ഇവർ മനുഷ്യവാസ പ്രദേശങ്ങളിൽ ഇറങ്ങുന്നതിന് കാരണമാണ്. ഇനി പുള്ളിപ്പുലിയുടെ പ്രജനനം എങ്ങനെയാണെന്ന് നോക്കാം. 91 മുതൽ 95 ദിവസമാണ് ഗർഭകാലം. 2 മുതൽ 4 കുഞ്ഞുങ്ങളെ പ്രസവിക്കും. 2 വയസ്സുവരെ കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അവ മറ്റൊരു ടെറിറ്ററി തേടി പോവാറാണ് പതിവ്. പലർക്കുമുള്ള സംശയം ആണ് അപ്പോൾ പിന്നെ ഈ കരിമ്പുലി എന്നത് സിംഹം, കടുവ, പുലി എന്നിവ പോലെ ഒരു വർഗം ആണോ എന്നത്. അങ്ങനെ കരിമ്പുലി എന്ന ഒരു വർഗം ഇല്ല. അവ പുള്ളിപ്പുലിയുടെയോ ജാഗ്വാറിന്റെയോ മെലാനിസ്റ്റിക് നിറവകഭേദമാണ്. പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയാൽ അവയുടെ ദേഹത്ത് പുള്ളികൾ കാണാൻ സാധിക്കും. കേരളത്തിലും കരിമ്പുലിയെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. See you in the next video. Thanks for watching.